ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുനാഥന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സഹനത്തിന്റെ കൂമ്പാരം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിലും ആ സഹനങ്ങളിലും ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനായിട്ടാണ് അവിടുന്ന് പരിശ്രമിച്ചത്. ജീവനും മരണത്തിനുമിടയിലെ നിസ്സഹായതയിൽ നിന്ന് കർത്താവ് പോലും ഇപ്രകാരം പ്രാർത്ഥിച്ചു: കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. രക്തം വിയർക്കുവോളം ദുഃഖമനുഭവിച്ച പ്രാർത്ഥനയിലും രക്ഷകൻ ആഗ്രഹിച്ചത് ദൈവഹിതം നിറവേറ്റുവാനാണ്. ഇവിടെയാണ് ദിവ്യരക്ഷകൻ പ്രാർത്ഥനയുടെ മാതൃകയായി മാറുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും നിസ്സാര കാര്യങ്ങളിൽ പോലും നമ്മുടെ ഇഷ്ടം നിറവേറ്റുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. യേശുനാഥൻ സ്വന്തം ജീവിതത്തിനും മരണത്തിനും മുകളിൽ ദൈവഹിതം നിറവേറ്റുവാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഭാരം നിറഞ്ഞ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി മല കയറുവാൻ ക്രിസ്തുവിന്റെ ചുവടുകൾക്ക് ബലം നൽകിയതും തീർച്ചയായും ഈ പ്രാർത്ഥന തന്നെയാണ്. ആകയാൽ ജീവിതത്തിന്റെ സഹനങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തകർന്നു പോകാതിരിക്കുവാൻ നാമും അനുകരിക്കേണ്ട മാതൃകയും ഇത് തന്നെയാണ്. ദുഃഖവെള്ളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരിക വെറും 30 വെള്ളിക്കാശിന് മുന്നിൽ എല്ലാം മറന്നുപോയ യൂദാസിനെയാണ്. 3 വർഷത്തെ സൗഹൃദത്തിനും നാഥൻ പകർന്നു നൽകിയ ജീവിതത്തിനും പ്രത്യുപകാരമായി യൂദാസ് നൽകിയത് ഒരു ചുടുചുംബനം. 30 വെള്ളിക്കാശിനും അപ്പുറം നാഥന്റെ വില നിശ്ചയിക്കുവാൻ കഴിയാതെ പോയ നിർഭാഗ്യവാൻ. അവസാനം ഒരു മരക്കൊമ്പിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ചരിത്രം അവന് നൽകിയ വിശേഷണം ഒറ്റുകാരനായ യൂദാസ് കറിയോത്ത. ദുഃഖവെള്ളിയുടെ മറ്റൊരു ദുരന്ത ചിത്രം പത്രോസാണ്. തീ കായുന്ന ലാഘവത്തോടെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് കേവലം ഒരു പരിചാരികയുടെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോയി. 3 വർഷത്തെ ദൈവികതയെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ജനഹൃദയങ്ങളെ സ്വന്തമാക്കിയ ഗുരുവിനെ പത്രോസ് മറന്നു. മരണത്തിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും ഭയപ്പാടിൽ ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ലെന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞു. പിന്നീട് തൻ്റെ ഗുരുവിനെ തിരിച്ചറിയുക ആതിരാ കോഴിയുടെ കൂവൽ കേൾക്കുമ്പോൾ മാത്രമാണ്. കോഴി കൂവുമ്പോൾ മനംനൊന്ത് കരയുന്ന പത്രോസ് നമുക്ക് മുൻപിലെ ഒരു വെളിപാടാണ്. നമ്മെ സ്നേഹിച്ച കരുതലായ ദൈവത്തെ നാം എത്രയോ തവണ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. നസ്രായനായ യേശു കുറ്റക്കാരനല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രമാണിമാരെയും ജനക്കൂട്ടത്തെയും ഭയന്ന് വെള്ളിത്താലത്തിൽ കൈ കഴുകിയൊഴിഞ്ഞ പീലാത്തോസ് എന്നും ഒരു പരിഹാസ്യനായിട്ടാണ് നിലകൊള്ളുന്നു. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കർത്തവ്യങ്ങളെ തിരസ്കരിക്കുമ്പോൾ നാമും പീലാത്തോസിനേക്കാളും അധംപതിക്കുന്നു. ആകയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മെ നേരറിവുകളിലേക്കും നേർക്കാഴ്ചകളിലേക്കും നയിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശവും ഭൂമിയും കുരിശിൽ മരിച്ച ക്രിസ്തുനാഥനെ തിരിച്ചറിഞ്ഞുവെങ്കിൽ ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഖലീൽ ജിബ്രാൻ ഇപ്രകാരം പറയുന്നുണ്ട്: ഇന്ന് ദുഃഖവെള്ളി. സകല ക്രിസ്ത്യാനികളും കുരിശിൽ മരിച്ചവന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കണ്ണുനീരോടെ കൈകൾ കൂപ്പും. അവന്റെ പീഡാസഹനങ്ങളെ ഓർത്ത് വിലപിക്കും. എന്നാൽ ഈ കുരിശുമരണം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരു മാറ്റവും വരുത്തുന്നില്ല എങ്കിൽ കുരിശിൽ മരിച്ചവന് ഒരു പ്രസക്തിയുമില്ല എന്ന് നാം തിരിച്ചറിയണം. ആകയാൽ ആ മാറ്റത്തിനായി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം.
ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.